ഹലോ ഫ്രണ്ട്സ്, ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ 5 ബഷീർ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ബഷീർ ജനിച്ചത് 1908 ജനുവരി 21 അദ്ദേഹത്തിൻ്റെ മരണം 1994 ജൂലൈ 5 കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം കോഴിക്കോട് ജില്ലയിലുള്ള ബേപ്പൂരായിരുന്നു. ബഷീറിൻ്റെ തൂലികാനാമം പ്രഭ എന്നാണ്. മാതാവ് കുഞ്ഞാത്തുമ്മ, പിതാവ് കായി അബ്ദുറഹ്മാൻ, ഭാര്യയുടെ പേര് ഫാത്തിമ ബീവി. ബേപ്പൂർ സുൽത്താൻ എന്നാണ് ബഷീർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. അദ്ദേഹം രചിച്ച ഒരേയൊരു നാടകമാണ് കഥാബീജം. ബഷീറിൻ്റെ ആദ്യ കഥയാണ് എൻ്റെ തങ്കം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ അദ്ദേഹം രചിച്ച കൃതിയാണ് നേരും നുണയും. പ്രകൃതി സ്നേഹം പ്രകടമാവുന്ന കഥയാണ് തേൻമാവ്. ബഷീർ എഴുതിയ ബാലസാഹിത്യ കൃതിയാണ് സർപ്പയത്നം. ബഷീറിൻ്റെ ഇതിഹാസ കൃതിയാണ് ബാല്യകാലസഖി. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേരുള്ള ബഷീർ കൃതിയാണ് പാത്തുമ്മായുടെ ആട്. സുഹറയും മജീദും കഥാപാത്രമാകുന്ന ബഷീർ കൃതിയാണ് ബാല്യകാലസഖി. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവീ നിലയം എന്ന ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്? നീലവെളിച്ചം. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് മമ്മൂട്ടി. ഭാർഗവീ നിലയം സിനിമ സംവിധാനം ചെയ്തത് എ വിൻസെൻ്റ്. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ മാന്ത്രിക പൂച്ച. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീർ കൃതി മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയത് MP പോൾ. ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയിൽ നായകനായത് മമ്മൂട്ടി. ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ബഷീറിൻ്റെ എടിയെ. ബഷീറിൻ്റെ കഥയാണ് ശശിനാസ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ വിടർന്ന പുഷ്പം. മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണിത്. വാക്കുകളിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. ഇത് ഏത് കൃതിയെക്കുറിച്ചാണ് MP പോൾ പറഞ്ഞത്? ബാല്യകാലസഖി. ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മണി വല്യൊന്ന്. ഇത് ഏത് കൃതിയിലുള്ളതാണ്? ബാല്യകാലസഖി. ആകാശമിഠായി കഥാപാത്രമാകുന്നത് ഏത് നോവലിലാണ്? പ്രേമലേഖനം. ഏത് വർഷമാണ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? 1993. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1972. ബഷീർ ശ്രീ ലഭിച്ചത് 1982. ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഉപ്പ് സത്യാഗ്രഹം. മരണാനന്തരം പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി ബഷീർ മലയാള മനോരമയ്ക്ക് എഴുതി കൊടുത്ത ചരമക്കുറിപ്പിൽ വിട ചോദിക്കുന്നത് ഏത് മരത്തോടാണ്? മാങ്കോസ്റ്റിൻ മരത്തോട്. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതൊന്നുകൂടെ ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.